വയനാട്ടിൽ ഇന്ന് പുലർച്ചെ സംഭവിച്ച ഉരുൾപൊട്ടലിൽപ്പെട്ട് ജീവനും ഒറ്റവരെയും നഷ്ടമായ കുടുംബത്തിന് സാന്ത്വനമായി അടിയന്തര ദുരന്താശ്വാസ സഹായവുമായി 5 കോടി രൂപ അനുവദിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. തുടർന്ന് മലയാളി IAS ഉദ്യോഗസ്ഥരായ ഡോക്ടർ GS സമീറൻ, ജോണി ടോം വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ദുരന്താശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ ഇവർക്കൊപ്പം നിൽക്കുകയും കൂടാതെ രക്ഷാപ്രവർത്തകരും വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകരും കൂടെ ഉണ്ടായി. മാത്രമല്ല, ആവശ്യ വസ്തുക്കളും കൂടി ഇവിടേക്ക് എത്തിക്കുന്നതിനായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി എം.കെ. സ്റ്റാലിൻ ഫോണിൽ ബന്ധപ്പെട്ട് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. വയനാട് ജില്ലയിലെ മേപ്പാടിക്ക് സമീപമുള്ള വിവിധ മലയോര മേഖലകളിലാണ് വൻ ഉരുൾപൊട്ടലുണ്ടായത്. ഇതിൽ 73-ലേറെ പേരുടെ മരണം സ്ഥിരീകരിക്കുകയും 3 കുട്ടികളടക്കം മരിക്കുകയും നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിയിരിക്കുന്നതായും റിപ്പോർട്ട് ചെയ്തിരുന്നു. മുണ്ടക്കയിൽ പുലർച്ചെ 1-നും 4-നും ഇടയിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. ചൂരൽമല ടൗണിലെ വാഹനങ്ങളും മറ്റും വെള്ളത്തിൽ ഒഴുകിപ്പോവുകയും തുടർന്ന് നിരവധി വീടുകൾ തകരുകയും ചെയ്തു. വെള്ളാർമല സ്കൂളിൽ പൂർണ്ണമായും വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. ഈ ദുരന്തം 400-ലധികം കുടുംബാംഗങ്ങളെ ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിരവധി ആളുകളെ കാണാതാവുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.